അങ്ങനെ ഫൈനലി നമ്മുടെ മണി റെഡിയായി. നോക്കിക്കേ, ഒലയ്ക്ക് നല്ലതുപോലെ തീ പിടിച്ചു കേട്ടോ. ശക്തമായ ചൂടാണ് ഈ പരിസരത്തെല്ലാം. ഒലയ്ക്കകത്തുന്നത് മൂശ പുറത്തേക്ക് അങ്ങ് എടുത്തു കേട്ടോ. ഇതുണ്ടോ, മണിയുടെ മോൾഡിലേക്ക് ഇത് ബെൽമെറ്റൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ചൂളയ്ക്ക് ചുറ്റും ശക്തമായ തീയ. ഇതുകൊണ്ടോ, മെഴുകുരുകി ഉരുകി 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 തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഒരു പാത്രത്തിലേക്ക് നിറഞ്ഞു വരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇത് മണി എല്ലാം റെഡി ആയി കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? എങ്ങനെയാണ് നമ്മുടെ മണി നിർമ്മിക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 150 കിലോയോളം വലിപ്പമുള്ള വലിയൊരു മണി നിർമ്മാണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് അന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പൊതുവാൾ സൺസിന്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ പൊതുവാൾ സൺസിലെ വർക്ക്ഷോപ്പിലുണ്ടല്ലോ നമ്മുടെ അശോകൻ ചേട്ടനാണ് ഇത് മണി നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അശോകൻ ചേട്ടനോട് നമുക്ക് ഇതിന്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നേരെ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് പരിചയപ്പെടാം. നമ്മുടെ പൊതുവാൾ സൺസിലുണ്ടല്ലോ മണി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അശോകൻ ചേട്ടന്. അശോകൻ ചേട്ടാ, എത്ര വർഷമായി നമ്മൾ ഈ മണി നിർമ്മാണം ഒക്കെ തുടങ്ങിയിട്ട്? 35 വർഷം. 35 വർഷത്തോളമായി ഇതേ മണി നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിട്ട്. ഇതേ മണി നിർമ്മിക്കുന്നതിന്റെ ഒരു ആദ്യഘട്ടം അല്ലേ ഇത്? ഇതുണ്ട്, വക്ക് വെക്കുന്നതും പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം ഇതേ മണിയുടെ ഒരു രൂപം റെഡി ആയിരിക്കുവാണ്. ശരിക്കും ഒരു മണി നിർമ്മിക്കാൻ വേണ്ടി എത്ര ദിവസത്തെ പ്രോസസ്സിംഗ് ഉണ്ട്? 3 ആഴ്ചയെങ്കിലും. ഒരു മണി നിർമ്മാണത്തിന് വേണ്ടി ഒരു 3 ആഴ്ചയോളം എങ്കിലും പണിയെടുക്കുന്നുണ്ട് ഇവര്. അതിന്റെ ഓരോ ഘട്ടങ്ങളാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. പിന്നെ മണിയുടെ ഏകദേശം ഒരു രൂപങ്ങളൊക്കെ ആയി വരാൻ തുടങ്ങി കേട്ടോ. അതെ, മണ്ണൊക്കെ തേച്ച് നല്ലതുപോലെ വക്ക് പിടിച്ച് റെഡിയായി ഉണ്ടോ. നല്ലൊരു ബലമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ചുറ്റും ഇങ്ങനെ തടിയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഒത്തിരി പണികളുണ്ട് കണ്ടോ. ഇതിന്റെ അകത്തൊക്കെ ഉണ്ട് കണ്ടോ, മുട്ടടിച്ചു കൊടുത്തേക്കുന്നത്. ഇതുപോലെ തടി കഷ്ണം പീസാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത്ര നമ്മള് ഇത് ഏകദേശം ഒരു രൂപ ആക്കി എടുത്തല്ലോ. ഇനിയിപ്പോ ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നത്? കുഴിയിലിട്ട് കടഞ്ഞെടുക്കണം. മണിയുടെ യഥാർത്ഥ രൂപമാക്കി കടയണം. അതിന്റെ പണികളാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് മണി കടയാൻ വേണ്ടി ഇവർ അടുത്തൊരു സ്ഥലത്ത് കൊണ്ട് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ചേട്ടാ, ഇത് ഇപ്പൊ ഈ ചെയ്യുന്ന ഈ പണി എന്താണ്? മണിയുടെ മോൾഡിനെ മൊത്തം ഫിനിഷ് ചെയ്യുക, ഷേപ്പാക്കി എടുക്കും. മണിയുടെ മോൾഡില് ഏറ്റവും ഫൈനലി ഒരു ചെറിയൊരു തരം നൈസ് മണ്ണ് തേച്ച് കൊടുക്കും. അത് ഇതിന് നല്ല മിനുസം വരുത്തും കേട്ടോ. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന മണിക്ക് ഏകദേശം ഒരു 150 കിലോയോളം വലുപ്പമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെഴുക് തേച്ച് ഇതിൻ്റെ മുകളിൽ കൊടുക്കണം. അതിനാണിത് കണ്ടോ, മെഴുക് ഉരുക്കുന്നുണ്ടോ, തീയൊക്കെ ഇട്ട് ഉരുക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ മിനുസപ്പെടുത്തൽ കഴിഞ്ഞ് ഇത് ഉണക്കി കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മെഴുകെടുത്ത് ഇതിലേക്ക് തേച്ച് കൊടുക്കും. അടുത്ത പണിയുണ്ടല്ലോ, മണിയുടെ മുകളിലേക്ക് മെഴുക് പിടിക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് ഈ മെഴുക് എടുത്തിട്ടാണ് ഇത് പദം വരുത്തി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് നല്ലതുപോലെ തേച്ചങ്ങ് കൊടുക്കും. മെഴുക് പിടിക്കാനുള്ള പണികൾ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മെഴുക് നല്ലതുപോലെ മണിയുടെ മോൾഡിലേക്ക് അങ്ങ് തേച്ചങ്ങ് കൊടുക്കുവാണ്. ഇതെന്താണ്, ഒരു കത്തി പോലെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നു ഈ മെഴുകയിലേക്ക്? കടയിരുമ്പെന്ന് പറയും, ഇതുകൊണ്ടാണ് പിടിക്കുന്നത്. കടയിരുമ്പ്. അതിന് ഷേപ്പ് വരുത്തുന്നതാണോ? ഓരോ ഷേപ്പുകൾ. അത് ഈ കടയിരുമ്പ് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? കന വിടുക.
മണിയുടെ കനം. കനം ഇത് മെഴുക് തന്നെയാണോ? അതും മെഴുക് തന്നെ. നമുക്ക് മണിക്ക് എത്ര കനം വേണം, തൂക്കം വേണം, അതിനനുസരിച്ച് ഇവർ നിശ്ചയിക്കുന്ന ഒരു മെഴുകാണ്. ഈ ഒരു മെഴുകിന്റെ കനത്തിലാണ് ഫുള്ള് ഇതിന്റെ അകത്ത് മെഴുക് പിടിച്ചു കൊടുക്കുന്നു. ഈ വെച്ചിരിക്കുന്ന മെഴുകിന്റെ കനത്തിലേക്ക് ഇത് വീണ്ടും ഫുള്ള് മെഴുക് കനത്തിലങ്ങ് തേച്ച് കൊടുക്കുവാണ്. പത്ത് കിലോയ്ക്ക് 100 കിലോ. 10 കിലോയ്ക്ക് 100. ഇതിനോടൊപ്പം തന്നെ മെഴുകിന്റെ തൂക്കവും ഇവർ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോ മെഴുകിന് 100 കിലോ ബെൽമെറ്റൽ ഒരുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 15 കിലോ മെഴുകാണ് ഒരുക്കി ഇതിൻ്റെ മുകളിലേക്ക് തേക്കാനായിട്ട് പോകുന്നത്. മോൾഡിന്റെ മുകളിലേക്കുള്ള മെഴുകെല്ലാം നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് ചെറിയ ഡിസൈനുകളൊക്കെ അങ്ങ് വെച്ച് കൊടുക്കും അല്ലേ? ഇതുണ്ടോ, ചെറിയൊരു പൂവിന്റെ ഒക്കെ ഡിസൈനുകളൊക്കെ വെച്ച് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇതെന്താന്ന് മനസ്സിലായി. ഇതിലെയാണ് നമ്മൾ മോൾഡിലേക്കുള്ള ബെൽമെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന്റെ മെഴുകാണ് ഈ കാണുന്നത്. ഈ ഡിസൈനിങ് പണികളും കൂടെ നമ്മൾ കഴിഞ്ഞല്ലോ. ഇപ്പൊ എന്താണ് പണികള്? മണ്ണ് കെട്ടുക. മണ്ണ് കെട്ടും. മണ്ണ് കെട്ടുന്ന പണിയാണ് ഇനി അടുത്തത് കാണാനായിട്ട് പോകുന്നത്. ഇങ്ങനെ എത്ര പ്രാവശ്യം എത്ര ലെയർ മണ്ണ് കെട്ടിക്കൊടുക്കും? 3 വട്ടം. 3 വട്ടം. 3 വട്ടം. മണ്ണ് പൂശിക്കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് ഇതെടുത്ത് കരയിലേക്ക് അങ്ങ് വെക്കും. അങ്ങനെ ഇത് നമ്മൾ മെഴു പിടിച്ചതിന്റെ മുകളിൽ ഇത് ചെളിയൊക്കെ തേച്ച് കൊടുത്ത് അത് പല ഘട്ടങ്ങളാക്കി ഉണക്കി എടുത്തിട്ട് ഇതുണ്ടോ ലാസ്റ്റ് ഘട്ടം സൈഡിൽ കണ്ടോ ഒരു ചെവി പോലെ ഒരു സംഭവം. ഇതിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബെൽമെറ്റിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള ഹോളാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ ഇതിന്റെ ടോപ്പിൽ ഇതുണ്ടോ, ഇവിടെ ഇതുണ്ടോ, ഇതിന്റെ ഈ ഒരു സൈഡിലും കണ്ടോ, ഇതിലെല്ലാം 3 നമ്മൾ ബെൽമെറ്റിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഹോളാണ് ഈ കാണുന്നത്. ഇതുണ്ടോ 3 ഹോള്, 1, 2, 3. ഈ 3 ഹോളിൽ കൂടെ ഒരേ സമയത്ത് ബെൽമെറ്റൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇതിനൊരു തണുപ്പും നനവും ഉണ്ടല്ലോ, ഇതെങ്ങനെ ഉണക്കിയെടുക്കും? വെയിലത്ത് വെക്കും? അത് ഇനി ബാർക്കാനായിട്ട് അങ്ങ് ചൂള കൂട്ടത്തേ ഉള്ളൂ. ചൂള കൂട്ടും, ചൂള കിട്ടും. ഈ ചൂളക്ക് തീ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തുള്ള മെഴു ഫുള്ള് ഇതിന്റെ അകത്തൂടെ ഉരുകി പോരും. ഉരുകി പോരും. അത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇതും വെച്ചു കൊടുക്കും. അടുത്തത് നമ്മൾ ഇതിനു ചുറ്റും ഒരു ചൂള അങ്ങ് റെഡിയാക്കാൻ പോവാണ്. ഇതിന്റെ അകത്തെ മെഴുകിനെ ഫുള്ള് ഉരുക്കി എടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ചൂള അങ്ങ് കെട്ടുവാ അല്ലേ? അപ്പൊ ഇതിവിടെ ഒരു ചൂള അങ്ങ് കെട്ടുവാണ്. ഇതിപ്പോഴേ ഈ മണിയുടെ ഒരു ഇതിലകത്തോടെയാണല്ലോ ബെൽമെറ്റിൽ ഉരുക്കി ഒഴിക്കുന്നത്. അതെ. അപ്പൊ ഇവിടെ എന്തിനാ ഇത് അടച്ചു കൊടുക്കുന്നത്? പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. പൊടിയൊന്നും വീഴാതിരിക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കെട്ടി ഇത്ര 1/4 ഭാഗം എത്തി. 1/4 ഭാഗം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് തീ കൊളുത്തുമ്പോൾ വേറെ പൊടികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി അല്ലേ? പൊടികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കും. ഈ സൈഡിലും 2 ഹോള് കണ്ടോ, അത് എയർ ഹോളാണ്. അതും ഇതുപോലെ തന്നെ അങ്ങ് അടച്ചു കൊടുക്കുകയാണ്. മെഴുകി ഓർക്കാൻ വേണ്ടി തീ കത്തിക്കാനായിട്ട് ചിരട്ട ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചൂളയ്ക്ക് ചുറ്റും ഇതേ ചിരട്ട അങ്ങ് നിറച്ചു കൊടുക്കുകയാണ് തീ കത്തിക്കാൻ വേണ്ടി. ഇതുണ്ട്, ഈ ചിരട്ടയ്ക്ക് ഫുള്ള് അങ്ങ് തീ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മണിയുടെ ചുറ്റുമുള്ള മെഴുകെല്ലാം അങ്ങ് ഉരുകി അങ്ങ് പോരും. ചേട്ടാ ഇത് ഇവിടെ ഒരു കുഴി കുത്തി കൊടുക്കുന്നത് എന്തിനാ? പാത്രം വെക്കാൻ വേണ്ടി. ആ മെഴുക് ഊർത്തി എടുക്കാൻ വേണ്ടി അവിടെ ഇച്ചിരിയും കൂടെ കുഴിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടെയാണ് പാത്രം അങ്ങ് വെച്ച് കൊടുക്കുന്നത്.
മെഴുക് ഊർത്തിയെടുക്കാൻ വേണ്ടി ഇത് പാത്രം പതുക്കെ നിലത്തങ്ങ് ഉറപ്പിച്ചു. ഇതുപോലെ ഒരു പാത്തി അങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഈ പാത്തിയേക്കാട് മെഴുക് പതുക്കെ ഊർന്നങ്ങ് വരാൻ തുടങ്ങുവാണ്. മെഴുക് ഉണ്ടോ ഊർന്ന് വന്നത് നമ്മുടെ പാത്രത്തിലേക്ക് നൈസായിട്ട് ചേടുന്നുണ്ട്. മണി വാർക്കാനുള്ള മെറ്റലാണ് നമ്മുടെ മൂശയ്ക്കകത്തേക്ക് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ശരിക്കും മൂശ എന്ന് പറയുന്ന സാധനം. ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ ഈ കാണുന്ന ബെൽ മെറ്റൽ ഇല്ല വെള്ളോടെന്ന് പറയുന്ന ഇത് നിറച്ചു കൊടുക്കുന്നത്. ഈ മെറ്റൽ ഉരുകിയാലും നമ്മുടെ മൂശ ഉരുകുകയല്ല അല്ലേ? അത്രയ്ക്കും ചൂടിലാണ് നമ്മൾ ഈ മെറ്റൽ ഉരുക്കുന്നത്. ബെൽ മെറ്റലെല്ലാം മൂശക്കകത്ത് നിറച്ചു. ഇനിയിപ്പം ഇന്നത്തെ പണിക്ക് വേണ്ടി ഈ 6 മൂശ എടുത്ത് നമ്മള് ചൂളക്കകത്തേക്ക് വെക്കുകയാണ്. മണ്ണ് പൊതിയും. മണ്ണ് ഇതിന്റെ അകത്തേക്ക് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് നമ്മൾ ചൂളക്കകത്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ നമ്മള് മൂശയുടെ മോള് ഭാഗം അങ്ങ് ശരിക്കും അടച്ചു കൊടുക്കാൻ പോവല്ലേ? ഇതൊക്കെ ഒരു പേപ്പർ വെച്ചു. അത് കഴിഞ്ഞതേ മണ്ണെടുത്ത് നല്ലതുപോലെ അങ്ങ് പൊത്തി നല്ലതുപോലെ അങ്ങ് കൊടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ മൂശ എന്നിട്ട് നല്ലതുപോലെ അങ്ങ് അടച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ തീയിലേക്ക് വെക്കുന്നത്. എന്താണ് ചേട്ടാ ഇവിടുത്തെ മണ്ണ് മാത്രം പൊക്കെടുത്ത് നമ്മൾ ഈ അടപ്പ് ഇടുന്നത് ഓട് 2ാമത് ശാല ഇടാനുണ്ട്, അത് ഇടും. അടപ്പ് ആയിട്ട് ഉണ്ടാക്കുവാണോ? അടപ്പായിട്ട്. എന്തിനായിട്ട് ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കുന്നത്? ഓട് ഒഴിക്കുന്നത്. ഓട് ഒഴിച്ചു കൊടുക്കുന്നത്. അടപ്പ് പോലെ വീണ്ടും വെച്ചു കൊടുക്കുകയാണ്. മുകളിലത്തെ മണ്ണ് നീക്കിയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്തെടുത്ത് മാറ്റി വെക്കും. ഇലക്കകത്ത് തീ പിടിപ്പിക്കാൻ പോവാണ്. അതിനാണ് ഈ തീക്കനലുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ അടി നല്ലതുപോലെ തീ കത്തി നിൽക്കുകയാണ്. ഈ കരി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂശ എടുത്ത് അടുക്കി അങ്ങ് വെക്കും. ഒലക്കകത്തേക്ക് ഇത് മൂശ ഓരോന്നായിട്ട് അങ്ങ് അടുക്കി വെച്ച് കൊടുക്കുവാണ്. കേട്ടോ, ഒലക്കകത്തേക്ക് വീണ്ടും കരി ഇട്ടിട്ട് കൊടുക്കുവാണ് കേട്ടോ. അങ്ങ് ഫില്ല് ചെയ്തതാണ് കരി. നല്ലതുപോലെ ഇനി കത്തണം. മറ്റുള്ള നല്ലതുപോലെ കത്തി ഉരുകാൻ പാകത്തിന് നല്ല രീതിയിലുള്ള തീയാണ് ഇതിന്റെ അകത്തേക്ക് അങ്ങ് കത്തിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇതുകൊണ്ട് കരി ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഇതിന്റെ അടിയിൽ ഒരു ബ്ലോവർ സിസ്റ്റം ഉണ്ട്. അതങ്ങ് ഓണാക്കി ഇതുകൊണ്ടോ നല്ലപോലെ അങ്ങ് പുകഞ്ഞ് ഇപ്പൊ അങ്ങ് തീ കത്താനായിട്ട് അങ്ങ് തുടങ്ങും. ഒലയ്ക്ക് നല്ലതുപോലെ തീ പിടിച്ചു കേട്ടോ. ശക്തമായ ചൂടാണ് ഈ പരിസരത്തെല്ലാം. മണി വെച്ചിരിക്കുന്ന ചൂളയ്ക്ക് ഇത് തീ നല്ലതുപോലെ കത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒലയ്ക്കകത്തും നല്ല ശക്തമായ തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 4 മണിക്കൂർ ശക്തമായ തീ ഇതുപോലെ കത്തിക്കൊണ്ടിരിക്കും ഒലയ്ക്കും ചൂളയ്ക്കും. ചൂളയ്ക്ക് ചുറ്റും ശക്തമായ തീയാ. ഇതുകൊണ്ടോ മെഴുകുരുകി തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോ ഒരു പാത്രത്തിലേക്ക് നിറഞ്ഞ് വരാറായിക്കൊണ്ടിരിക്കുകയാണ്. മണിയുടെ മോൾഡ് ഇത് ഒരു കുഴി വെട്ടി അതിന്റെ അകത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ കുഴി എടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മണിയുടെ മോൾഡിലേക്ക് ഡയറക്റ്റ് ബെൽമെറ്റൽ ഒഴിച്ചു കൊടുത്താലും ഈ മോൾഡ് തകർന്നു പോകും. അതുകൊണ്ട് ആ ഒരു ഫോഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു കുഴിയിലേക്ക് അങ്ങ് നമ്മുടെ മോൾഡിനെ അങ്ങ് ഇറക്കി വെച്ച് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കും. ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബെൽമെറ്റൽ ഇതിന്റെ അകത്തേക്ക് അങ്ങ് ഒഴിക്കുന്നത്. മണിയുടെ മോൾഡിന്റെ ചൂള പതുക്കെ അങ്ങ് പൊളിക്കുവാണ്. അതിശക്തമായ ചൂടിൽ നമ്മുടെ കരു നല്ല പഴുത്ത് നിൽക്കുകയാണ്. പഴുത്ത് ഇനിയിപ്പോൾ ഈ മണിയുടെ മോൾഡിനെ ഈ കുഴിയിലേക്ക് അങ്ങ് ഇറക്കാനായിട്ട് പോവാണ്. നോക്കിക്കേ, ഒരു കമ്പി വളയത്തിലിട്ട് പതുക്കെ ഇതിനെ വലിച്ചിറക്കാനായിട്ടുള്ള പണികളാണ് ഈ ചെയ്യുന്നത്.
മണിയുടെ മോൾഡിന് ചുറ്റും മണ്ണിട്ട് ഫുള്ള് ഫിറ്റ് ആക്കി കൊടുക്കാൻ പോവാണ്. ബെൽമെറ്റൽ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പം മണിയുടെ മോൾഡ് തകരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം. നമ്മുടെ ഓല പതുക്കെ പൊളിക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ ബെൽമെറ്റൽ നമ്മുടെ മണിയുടെ മോൾഡിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഒലയ്ക്കകത്തുനിന്ന് മോശ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒലയ്ക്കകത്തുനിന്നത് മോശ പുറത്തേക്ക് അങ്ങ് എടുത്തു കേട്ടോ. ഇതുണ്ടോ? മോൾഡിന്റെ അടപ്പ് പതുക്കെ കുത്തി ഇളക്കി എടുക്കുന്നതാണ് ഈ കാണുന്നത്. മണിയുടെ മോൾഡിലേക്ക് ഇത് ബെൽമെറ്റൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. അത് മണിയുടെ മോൾഡിലേക്ക് ഫുൾ ബെൽമെറ്റൽ ഒഴിച്ചു കേട്ടോ. ഈ സമയത്ത് ഇവിടെ ഒരു സംഭവം ഒന്ന് കാണേണ്ട ഒരു സംഭവം അല്ലേ? എന്തൊക്കെ ചേട്ടനൊക്കെ അങ്ങ് മടുത്ത് വേർത്ത് കുളിച്ചിരിക്കുവാണ് കേട്ടോ. അവശനായിട്ടിരിക്കുവാണ്. ചുറ്റിനുള്ള ആൾക്കാരൊക്കെ ഇത് അതിലെല്ലാം പോയി ഇരിപ്പുണ്ട്. അതുപോലെ മടുത്തു. ഇനിയിപ്പം എത്ര മണിക്കൂറോളം നമ്മളിത് വെയിറ്റ് ചെയ്യണം ഇത് പൊളിക്കാൻ വേണ്ടി? നാളെ ഒരു 10 മണിയാകുമ്പോഴേ ഇത് കര കയറാൻ പറ്റും. ഇപ്പൊ ഇത് വൈകുന്നേരം ഈ പണികൾ നമ്മൾ അവസാനിച്ചു. ഇനിയിപ്പോ നാളെ 10 മണിയാകുമ്പോൾ ഇത് പൊളിക്കും. ഈ കുഴിയിലെ മണ്ണ് മൊത്തം മാറ്റിയിട്ട് ഇത് പൊളിക്കും. 12 മണിക്കൂറിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ മണിയുടെ മോൾഡിന്റെ ചുറ്റുമുള്ള മണ്ണങ്ങ് നീക്കം ചെയ്ത് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് മണി പതുക്കെ പുറത്തേക്ക് അങ്ങ് എടുക്കാനായിട്ടുള്ള പണികളാണ്. കുഴിയുന്നത് മണി ചാക്കയില് കയറ്റി അങ്ങ് വെച്ചേക്കും അല്ലേ? ഇനി പതുക്കെ ഇത് തട്ടി പൊട്ടിച്ച് ഇത് മണിയുടെ പൂർണ്ണ രൂപം കാണാനായിട്ട് പോവാണ്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് അടിച്ച് നല്ല അടിപൊളിയാക്കും കേട്ടോ.
ഫൈനലി ഇത് മണി എല്ലാം റെഡി ആയി കേട്ടോ. നോക്കിയേ, സംഭവം സെറ്റായി. നല്ല അടിപൊളിയായിട്ട് ബഫൊക്കെ ചെയ്ത് നോക്കിയേ, മണി സെറ്റായി കേട്ടോ. എത്ര ദിവസത്തെ കഷ്ടപ്പാടാന്നറിയോ. നമ്മളിവിടെ കൊണ്ട് മണി ഒതുക്കി അങ്ങ് വെക്കുവാണ്. കണ്ടോ, അവിടെ പതുക്കെ അവിടെ വെച്ചു. ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ മണിയെല്ലാം ഫൈനലി റെഡി ആയി കേട്ടോ. നോക്കിയേ, ഈ മണിയുടെ പ്രത്യേകത എന്നാ പറയുക, ഇത് പത്മതടം എന്ന് പറയും. ഇതിന്റെ ഇതളുകളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് ഒരുപാട് മണികളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇതെല്ലാം ഓരോ പ്രത്യേകതയുള്ള മണിയാണ്. ഇത് കണ്ടോ, ഇതിനൊക്കെ നല്ല സൗണ്ട് കേട്ടോ. എത്ര സ്റ്റൈലാന്ന് നോക്കിയേ. ഈ ഒരു മണി ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലോ ആഴ്ചകളുടെ പ്രയത്നങ്ങളാണ്. നമ്മൾ പോലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് 2 ആഴ്ചത്തോളം ടൈമിൽ വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തീർത്തത്. ഇപ്പൊ ഇതൊരു 150 കിലോ ഉള്ള മണിയാട്ടോ. ഇതൊക്കെ പല 75 അങ്ങനെ പല റേഞ്ചിലുള്ള മണികളാട്ടോ ഇപ്പൊ ഇരിക്കുന്നതല്ല. ഇതുണ്ടോ, പല ടൈപ്പിലുള്ള മണികളാണ് ഇരിക്കുന്നത്. 200-ന്റെ ഓർഡർ ഉണ്ട്. 200-ന്റെ ഓർഡർ, അതെ 200-ന്റെ ഓർഡർ ഒക്കെ ഉണ്ട്. അതെ, പല രീതിയിലുള്ള ഓർഡർ അനുസരിച്ചാണ് ഇവർ പണിത് കൊടുക്കുന്നത്. അതുപോലെ ഓട്ടുരുളി, കിണ്ടി, പുറകില് ഓട്ടുരുളി വാർക്കാനായിട്ട് ഇത് തുടങ്ങുവാണ്. ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ പണി റണ്ണിങ്ങിനാണ് അല്ലേ. ഈ വീഡിയോ എടുക്കാനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി തന്ന് പൊതുവാൾ സെൻസിലെ ഫാമിലി അംഗങ്ങളാണ്. അത് അവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പൊതുവാൾ സെൻസിന്റെ ഷോപ്പിൽ നിരവധിയായ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മണി തന്നെയല്ല, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, ഓട്ടുരുളി, അതുപോലെ പല ഐറ്റം സാധനമുണ്ട്. ഇതേ പൊതുവാൾ സെൻസിന്റെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മളുണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ വീഡിയോ അങ്ങ് അവസാനിക്കുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ ക്യാമറമാൻ ഇതേ നിൽക്കുന്നു. ആഴ്ചകളോളം നമ്മുടെ കൂടെ തന്നെ നിന്ന് ഷൂട്ടിങ്ങിലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമറമാൻ നമ്മുടെ ഇന്നത്തെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ? വളരെ നല്ല ഷൂട്ട് തന്നെയായിരുന്നു. ഈ മണി വാർക്കുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്നാ പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതകരമായ തന്നെ ഒരു പണിയാണ്. നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഇത്രയും പണിയുള്ള കാര്യമാണ്. കേട്ടോ, പതുക്കെ ഞങ്ങളങ്ങ് മാറിയേക്കുവാ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ.